കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ യുവതിയുടെ മരണം കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കൾ. ജിം ട്രെയിനറായ ആൺ സുഹൃത്ത് ബഷറുദ്ദീനാണ് മരണത്തിന് പിന്നിലെന്നും ഇയാൾ യുവതിയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചു. മരിക്കാനുള്ളൊരു തൻ്റെ ഇടമുള്ള കുട്ടിയല്ല അത്. അവൾ പഠിക്കുക മാത്രമല്ല, ഈ കുട്ടി പഠിക്കുന്നത് തന്നെ ബാങ്ക് ലോണായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മാതാപിതാക്കൾക്കൊരു ബാധ്യതയായി ഇവൾ ആത്മഹത്യയിലേക്ക് പോകില്ല. ആത്മഹത്യയിൽ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദം നടിച്ച്, പ്രണയത്തിൻ്റെ സൗഹൃദം നടിച്ച് ഇവളെ വശത്താക്കുകയും ഇവളെ ഫോട്ടോ വരെ എടുത്ത് ഇവളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് കാണുന്നത്. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ അത്തോളി സ്വദേശിനി ആയിഷ റഷയെ ഞായറാഴ്ച രാത്രിയാണ് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ചില ഗുരുതരമായ ആരോപണങ്ങൾ ഈ യുവതിയുടെ കുടുംബം ഉയർത്തുന്നുണ്ട്. എന്താണ് പോലീസ് ഇതിൽ സ്വീകരിക്കുന്ന നടപടികൾ? എന്താണ് കുടുംബം പറയുന്നത്? സമീർ, രജിത്ത്, ഇന്നലെ രാത്രി 8:30 ഈ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവരുടെ ആൺസുഹൃത്തായിട്ടുള്ള ജിം ട്രെയിനറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഇയാൾ വലിയ രീതിയിൽ അക്രമാസക്തനാവുന്നുണ്ട്, വലിയ രീതിയിലൊരു മാനസിക അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. മംഗലാപുരത്താണ് ഈ പെൺകുട്ടി പഠിക്കുന്നത്. അവിടെ ഫിസിയോതെറാപ്പി പഠിക്കുന്ന പെൺകുട്ടി 4 ദിവസം മുമ്പാണ് കോഴിക്കോട്ടെത്തിയത്. അവിടെ ഈ ജിം ട്രെയിനർക്കൊപ്പം അവിടെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ കോഴിക്കോട്ടേക്ക് അവരെത്തിയത് അവർ വീട്ടിൽ പറയുകയോ അത്തോളിയിൽ അറിയിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഈ സുഹൃത്തിനൊപ്പമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വേളയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇയാൾ കൈവശപ്പെടുത്തിയിരുന്നെന്നും അത് കാണിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിരുന്നു, അങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒന്നുകിൽ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാകാം, അല്ല എങ്കിൽ ഈ യുവാവ് തന്നെ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാകാം. അത്തരമൊരു സാധ്യതയാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് ഈ കുടുംബം മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. നിലവിൽ ഈ യുവാവുള്ളത് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾ പൂർണ്ണമായും ഈ ഒരു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ ഇയാളുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നടപടികളല്ല ഉണ്ടാകുന്നത്. വലിയ ഒരു അസ്വസ്ഥത പ്രകടമാക്കുന്നുണ്ട്. കൂടാതെ ഈ മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകളെ പോലെ പെരുമാറുന്നുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കാവ് പോലീസാണ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള മരണവും. ജിം ട്രെയിനറിലേക്ക് അന്വേഷണം എത്തിയത് എങ്ങനെയാണ്? അയാളെ കസ്റ്റഡിയിലെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? ആത്മഹത്യാക്കുറിപ്പോ മറ്റോ ഉണ്ടോ? ഈ ബന്ധുക്കളുടെ പരാതിയിൽ നിന്നാണോ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? സമീർ, ഇന്നലെ രാത്രി ഈ യുവാവ് തന്നെയാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം ഭർത്താവാണ് എന്നാണ് ആശുപത്രി അധികൃതരോട് നൽകിയ മൊഴി. എന്നാൽ പിന്നീട് വിശദാംശങ്ങൾ തേടിയപ്പോഴാണ് തൻ്റെ കാമുകയാണ് എന്ന കാര്യം ഇയാൾ പറഞ്ഞത്. അതേ തുടർന്ന് പോലീസിന് ചില സംശയങ്ങൾ തോന്നി, ഈ ആശുപത്രി അധികൃതർക്ക് ചില സംശയങ്ങൾ തോന്നി. അതേ തുടർന്ന് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ നടക്കാവ് പോലീസ് അവിടെ എത്തുകയും ആശുപത്രിയിൽ നിന്ന് തന്നെ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന് പിറകെയാണ് ഈ കുടുംബം ഈ വിഷയത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഏതാനും വർഷങ്ങളായിക്കൊണ്ട്, അതായത് 2 വർഷമായിക്കൊണ്ടാണ് ഈ ആൺസുഹൃത്തുമായി ഈ പെൺകുട്ടി സൗഹൃദത്തിലാവുകയും പിന്നീട് ഇവർ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. മംഗലാപുരത്ത് നിന്ന് ഇയാൾ വിളിച്ചു വരുത്തിയതാണ് ഇങ്ങോട്ട് എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഈ ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ യുവാവിനെ പോലീസ് കസ്റ്റഡി എടുത്തുകൊണ്ട് ചോദ്യം ചെയ്തു വരുന്നത്. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഒരു CCTV ദൃശ്യമാണ്. ആ ദൃശ്യത്തിൽ ഉള്ളത് ഇയാൾ പുറത്തു പോയി തിരിച്ചു വരുന്നു. ആ വേളയിൽ അതിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ആ വാടക വീടിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീട് കൊട്ടിയിട്ടൊന്നും തുറക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം ഇയാൾ തന്നെ തള്ളി തുറന്നുകൊണ്ടാണ് ആ പെൺകുട്ടിയെ പുറത്തേക്ക് എടുക്കുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും. ആ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യുവാവിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. കണ്ണാടിക്കൽ സ്വദേശിയുള്ള ബഷീറുദ്ദീനെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.